നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്ന ഒന്നാണല്ലോ കറൻസി നോട്ടുകൾ. എന്നാൽ ഈ കറൻസി നോട്ടുകൾ എങ്ങനെയാണ് ഫാക്ടറികളിൽ അച്ചടിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിപ്പോഴെന്താ പേപ്പറിൽ സീരിയൽ നമ്പറൊക്കെ പ്രിന്റ് ചെയ്തല്ലേ ഉണ്ടാക്കുന്നത് എന്നായിരിക്കും നമ്മളിൽ പലരുടെയും ഉത്തരം. എന്നാൽ കറൻസി പ്രിന്റിംഗ് നമ്മൾ കരുതുന്ന പോലെ അത്ര സിമ്പിളല്ല. അപ്പോൾ എങ്ങനെയാണ് നോട്ടുകൾ പ്രിന്റിംഗ് പ്രസ്സുകളിൽ വെച്ച് പ്രിന്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതേക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചധികം ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻഫോർമേഷനുകളാണ് ഈ വീഡിയോയിലുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ നാസിക്, ദേവാസ്, മൈസൂർ, സാൽബോണി എന്നീ 4 പ്രസ്സുകളിലുമായി ഒരു ദിവസം ഏകദേശം 60 മുതൽ 90 മില്യൺ അഥവാ 6 കോടി മുതൽ 9 കോടി വരെ നോട്ടുകൾ അച്ചടിക്കാറുണ്ട്. അതായത് ഒരു വർഷം ഏകദേശം 2000 കോടി മുതൽ 2500 കോടി വരെ പുതിയ നോട്ടുകൾ അടിച്ചു പുറത്തിറക്കാറുണ്ട് എന്ന് സാരം. പണം അച്ചടിക്കുന്ന ഈ ഷീറ്റുകൾ നമ്മൾ കാണുന്ന പോലെയുള്ള സാധാരണ പേപ്പറല്ല. പകരം അമേരിക്കയിലൊക്കെ അത് 75% കോട്ടണും 25% ലിനനും ചേർന്ന ഒരു മിശ്രിതമാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ അത് 100% കോട്ടൺ റാഗ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. സാധാരണ പേപ്പർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരത്തടി അഥവാ വുഡ് പൾപ്പ് ഇതിൽ ചേർക്കാറില്ല. അതുകൊണ്ടാണ് നോട്ടുകൾ എത്ര മടക്കിയാലും പെട്ടെന്ന് കീറിപ്പോകാത്തതും വെള്ളത്തിൽ വീണാലും ഒരു പരിധിവരെ കേടുപറ്റാതെ ഇരിക്കുന്നതും. ഇനി നമുക്ക് എങ്ങനെയാണ് കറൻസി പ്രിന്റിംഗ് പ്രസ്സുകളിൽ വെച്ച് പ്രിന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഇവിടെ കാണുന്നത് പോലെ നോട്ടിലെ ഡിസൈനുകൾ ആദ്യം കൈകൊണ്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കൈകൊണ്ട് വരച്ച ഡിസൈനുകൾ ഫൈനലായി കഴിഞ്ഞാൽ പ്രിന്റിംഗ് മെഷീനുകൾക്കായി സ്റ്റീൽ പ്ലേറ്റുകൾ ഉണ്ടാക്കും. ഈ എൻഗ്രേവിങ്ങുകൾ പാൻഡോഗ്രാഫ് എന്ന് പറയുന്ന ഒരു പേന ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെയാണ് കുത്തിയെടുക്കുന്നത്. അങ്ങനെ ആർട്ടിസ്റ്റ് ആ ഡിസൈൻ സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റുന്നു. അത് പിന്നീട് മാസ്റ്റർ ഡൈ എന്ന് വിളിക്കുന്ന ഒരു അച്ചിലേക്ക് പകർത്തുന്നു. ഈ പ്രോസസ്സ് തീരാൻ തന്നെ 8 ദിവസം എടുക്കും. ഈ പ്ലേറ്റുകൾ വെറും സ്റ്റീലല്ല, വലിയ പ്രഷർ താങ്ങാൻ വേണ്ടി ഇതിൽ ക്രോം പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്ക് തിളങ്ങുന്നത്. ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നോട്ടിലെ ഓരോ ഭാഗങ്ങളും ഒരു പസിൽ പോലെ ട്രാൻസ്ഫർ പ്രസ് ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുക. ഇതിനെ സ്റ്റിലോഗ്രഫി എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഉപയോഗിച്ച് ഒരേപോലെയുള്ള 100 കണക്കിന് പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ 500, 200 രൂപ നോട്ടുകളിൽ ഒരു തിളങ്ങുന്ന പച്ച സ്ട്രിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെ വിൻഡോഡ് സെക്യൂരിറ്റി ത്രെഡ് എന്ന് വിളിക്കുന്നു. നോട്ട് ഒന്ന് ചെരിച്ചു നോക്കിയാൽ ഈ സ്ട്രിപ്പിന്റെ നിറം മാറുന്നത് നമുക്ക് കാണാം. അതിൽ RBI എന്നും ഭാരത് എന്നും കുഞ്ഞക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാകും. കള്ളനോട്ടുകാർക്ക് ഈ നിറം മാറുന്ന വിദ്യ അനുകരിക്കാൻ വളരെ പ്രയാസമാണ്. കൂടാതെ ഡോളറൊക്കെ പോലെ നമ്മുടെ നോട്ടുകളിലും ലെൻസ് വെച്ച് നോക്കിയാൽ മാത്രം കാണുന്ന കുഞ്ഞൻ അക്ഷരങ്ങളുണ്ട്. ഗാന്ധിജിയുടെ കണ്ണടയുടെ ഫ്രെയിമിനുള്ളിലോ അല്ലെങ്കിൽ നോട്ടിന്റെ ഇടതുവശത്തെ ബോർഡറിലോ ഒക്കെ വളരെ ചെറുതായി RBI എന്നും നോട്ടിന്റെ മൂല്യവുമൊക്കെ എഴുതിയിട്ടുണ്ടാകും. വെറും കണ്ണുകൊണ്ട് നോക്കിയാൽ ഇതൊരു വെറും വരയായി മാത്രമേ തോന്നുകയുള്ളൂ. സാധാരണ പ്രിന്ററുകൾ കൊണ്ട് ഇത് പ്രിന്റ് ചെയ്താൽ അക്ഷരങ്ങൾ മങ്ങിപ്പോകുമത്രേ. അങ്ങനെ ഈ കറൻസി പ്രിന്റിംഗിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. അടുത്തതാണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്ന പ്രോസസ്സ്. ഏതാണ്ട് പെയിന്റിംഗ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പണിയാണിത്. ഈ റോളറുകളിൽ പ്രത്യേക കാന്തശക്തിയുള്ള മഷി പുരട്ടിയിട്ടുണ്ടാകും. അവ ഒരേ സമയം നോട്ടിന്റെ 2 വശത്തും ഡിസൈനുകൾ പ്രിന്റ് ചെയ്യും. ഈ മെഷീനുകൾ കാണുന്നതിനേക്കാൾ വലിയ സംഭവമാണ്. 50 അടി നീളവും 70 ടൺ ഭാരവുമുണ്ട് ഇതിന്. വലിപ്പം കൂടുതലാണെങ്കിലും വേഗതയുടെ കാര്യത്തിൽ പുലിയാണ്. 1 മണിക്കൂറിൽ 10,000 ഷീറ്റുകൾ വരെയാണ് ഇത് പ്രിന്റ് ചെയ്തു വിടുന്നത്. എങ്കിലും ഓരോ 500 പ്രിന്റ് കഴിയുമ്പോഴും അവർ ഒരു ഷീറ്റ് എടുത്ത് എല്ലാം കൃത്യമാണോ എന്ന് പരിശോധിക്കും. ഡോളർ അടിക്കുന്ന ഈ ഭീമൻ മെഷീനുകൾ പോലെ തന്നെ ഇന്ത്യയിലും വളരെ വലിയ പ്രിന്റിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ സിമുൾട്ടൻ പ്രസ് എന്ന് വിളിക്കുന്നു. വേറൊരു തരം പ്രിന്റിംഗ് കൂടി കറൻസിയിലുണ്ട്. അതിൻ്റെ പേരാണ് ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ്. നോട്ടിലെ ഫോട്ടോയും നമ്പറുകളുമൊക്കെ പതിപ്പിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. നമ്മൾ നേരത്തെ കണ്ട ആ പ്ലേറ്റുകൾ ഉപയോഗിച്ചാണ് ഇത് തുടങ്ങുന്നത്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നോട്ടിന് ഒരു ചെറിയ പരുക്കൻ ഫീൽ ലഭിക്കും. ഇത് കള്ളനോട്ടുകാർക്ക് കോപ്പി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനു മുൻപായി പലരും കമന്റിലും മറ്റുമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ലീഗലി നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ജെന്യൂൻ ഓപ്ഷനാണ് ഇനി ഞാൻ പറയുന്നത്. അതാണ് മാർക്കറ്റ് വുൾഫ്. ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വളരുന്ന ഒരു സെബി രജിസ്റ്റേർഡ് ആപ്പാണിത്. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിലെ ഫോളോ ട്രെൻഡ് ഫീച്ചർ. ഇവിടെ നിങ്ങൾക്ക് റിയൽ ടൈം ട്രേഡുകൾ കാണാൻ സാധിക്കും. അതായത് ആളുകൾ ഇതിനകം ലാഭമുണ്ടാക്കിയ ട്രേഡുകൾ നിങ്ങൾക്ക് വെറും ഒരൊറ്റ ക്ലിക്കിലൂടെ ഫോളോ ചെയ്യാൻ സാധിക്കും. ഈ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ട്രേഡ് പ്ലേസ് ചെയ്യാം. അങ്ങനെ ഈ ട്രേഡ് സ്റ്റാർട്ടായി കഴിഞ്ഞു. നിങ്ങൾക്ക് വളരെ ചെറിയൊരു തുക ഉപയോഗിച്ച് പോലും ഇവിടെ ട്രേഡിംഗ് തുടങ്ങാം.
സാധാരണ മറ്റ് ആപ്പുകളിൽ ഇതിൻ്റെ 3 മടങ്ങ് പണമെങ്കിലും ആവശ്യമായി വരാറുണ്ട്. ഇനി വലിയ നഷ്ടം സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അതിനും ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഫീച്ചർ ഉണ്ട് ഇതിൽ. അതായത് നിങ്ങളുടെ ലോസ് ഒരു നിശ്ചിത ലെവലിൽ എത്തിയാൽ ഉടൻ തന്നെ ട്രേഡ് ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് ആകും. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം നഷ്ടമാകില്ല. ഇപ്പോൾ ലാഭം ട്രെൻഡിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ 2065 രൂപ ലാഭമാണ് ബുക്ക് ചെയ്തത്. നിങ്ങൾക്കിവിടെ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ കമ്മോഡിറ്റീസിലും ട്രേഡ് ചെയ്യാം. അതും രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ. മാർക്കറ്റ് വോൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസും നൽകുന്നുണ്ട്. ഇതിലൂടെ ആളുകളുണ്ടാക്കിയ ലാഭങ്ങൾ നോക്കാം. ഫെബ്രുവരിയിലെ 3 ആഴ്ചകളിൽ 39,363 രൂപ, ഒരു ദിവസം മാത്രം 15,239 രൂപ. പിന്നെ 2025 വർഷം മുഴുവനായി 5,03,940 രൂപ. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ മാർക്കറ്റ് വോൾഫ് ഈ ലാഭത്തിന്മേൽ യാതൊരു കമ്മീഷനും ഈടാക്കുന്നില്ല എന്നുള്ളതാണ്. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്കിതെല്ലാം ലഭിക്കും. മാർക്കറ്റ് വോൾഫിന് ഇതിനകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. ആളുകൾ അവരുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. വേറൊരു തരം പ്രിന്റിംഗ് കൂടി കറൻസിയിലുണ്ട്. അതിൻ്റെ പേരാണ് ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ്. നോട്ടിലെ ഫോട്ടോയും നമ്പറുകളുമൊക്കെ പതിപ്പിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇന്ത്യൻ നോട്ടിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം, റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ്, നമ്മുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള അശോക സ്തംഭം എന്നിവ തൊട്ടു നോക്കിയാൽ നമുക്ക് വിരലിൽ തടയുന്നത് പോലെ തോന്നും. ഇതൊക്കെ ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ പ്രിന്റിങ്ങിനും പ്രത്യേക മെഷീനുകളുണ്ട്. ഓഫ്സെറ്റ് പ്രിന്റിങ്ങുകളെ പോലെ തന്നെ മണിക്കൂറിൽ 1000കണക്കിന് ഷീറ്റുകൾ ഇവയും അടിച്ചുവിടും. പക്ഷേ ഈ മഷി ഉണങ്ങാൻ 3 ദിവസത്തോളം കാത്തിരിക്കണം. ഒരേ നോട്ടിലെ എല്ലാം ഒരേപോലെയാണെങ്കിലും ഓരോ നോട്ടിലും എങ്ങനെയാണ് ഓരോ സീരിയൽ നമ്പർ കിട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനും ഒരു മെഷീനുണ്ട്. ലെറ്റർ പ്രസ് എന്ന മെഷീനാണ് നോട്ടിന് അവസാനത്തെ ടച്ച് കൊടുക്കുന്നത്. ഓരോ നോട്ടിനും സീരിയൽ നമ്പറും സീലുകളുമൊക്കെ അടിക്കുന്നത് ഇതാണ്. ഡോളറിൽ സീരിയൽ നമ്പറുകൾ ഒരേ വലിപ്പത്തിലാണ് കാണാറുള്ളത്. എന്നാൽ നമ്മുടെ പുതിയ 500, 200, 100 രൂപ നോട്ടുകളിലൊക്കെ അതിലെ നമ്പറുകൾ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും വലിപ്പം കൂടി വരുന്നത്, അഥവാ അസെൻഡിങ് സൈസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വലിപ്പ വ്യത്യാസം കൃത്യമായി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ 500 രൂപ നോട്ടിലെ ആ വലിയ 500 എന്നതൊക്കെ ഒന്ന് ചെരിച്ചു പിടിച്ചാൽ ആ നമ്പറിൻ്റെ നിറം മാറും. ഇതൊക്കെ കളർ ഷിഫ്റ്റിംഗ് ഇങ്ക് കൊണ്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇത് അതീവ സുരക്ഷയുള്ള മഷിയാണ്. ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ നോട്ടിന് നിയമപരമായ ഒരു വാല്യൂ വന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്ന് കരുതി ഈ നോട്ടുകൾ പുറത്തേക്ക് വിടാറായിട്ടില്ല. കാരണം ആദ്യം ഇത് ഓഫ്ലൈൻ കറൻസി ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്ന മെഷീനിലൂടെ കടന്നു പോകണം. നമ്മുടെ ഇന്ത്യയിൽ അത് കറൻസി വെരിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിംഗ് സിസ്റ്റം അഥവാ CVPS എന്ന മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കുറെ ക്യാമറകളും സോഫ്റ്റ്വെയറുകളുമുണ്ട്. ഒരു സെക്കൻഡിൽ 2.5 ഷീറ്റ് എന്ന വേഗത്തിൽ ഇത് പരിശോധിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കണ്ടാൽ ആ നോട്ടിനെ മെഷീൻ തന്നെ റിജക്റ്റ് വിഭാഗത്തിലേക്ക് മാറ്റുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ വന്ന് അത് പരിശോധിക്കും. കേടായ നോട്ടുകൾ കളയും. തുടർന്ന് ചെക്കിംഗ് കംപ്ലീറ്റ് ആയ നോട്ടുകൾ മെഷീനുകൾ ഉപയോഗിച്ച് കൃത്യമായ അളവിൽ മുറിച്ചെടുക്കുന്നു. ഇന്ത്യയിൽ ഗില്ലറ്റിൻ മെഷീനുകൾ ഉപയോഗിച്ചാണ് നോട്ടുകൾ മുറിച്ചെടുക്കുന്നത്. തുടർന്ന് 100 നോട്ടുകൾ വീതമുള്ള കെട്ടുകളാക്കി മാറ്റുന്നു. ഈ കെട്ടുകൾ വലിയ ബണ്ടിലുകളായും പിന്നീട് 4000 നോട്ടുകളുള്ള വലിയ പാക്കേജുകളായുമൊക്കെ മാറ്റുന്നു. ഇത് സ്കിഡ് എന്ന് പറയുന്ന വലിയ ലോഹപ്പെട്ടികളിൽ നിറക്കും. ശേഷം ഇവ കവചിത ട്രക്കുകളിൽ കയറ്റി ബാങ്ക് വോൾട്ടുകളിൽ സൂക്ഷിക്കുന്നു. ചിലപ്പോൾ വർഷങ്ങളോളം അത് അവിടെ ഇരിക്കും. ആവശ്യമുള്ളപ്പോൾ ബാങ്കുകൾ വഴി നമ്മുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ നമ്മുടെ കയ്യിലുള്ള ഓരോ നോട്ടും ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞാണ് എത്തുന്നത്. ഇനി ആരെങ്കിലും കള്ളനോട്ട് തന്ന് അത് പിടിക്കപ്പെട്ടാൽ അമേരിക്കയിലൊക്കെ ബാങ്ക് അത് US സീക്രട്ട് സർവീസിന് കൈമാറും. നമ്മുടെ ഇന്ത്യയിൽ നോട്ട് വ്യാജനാണെന്ന് കണ്ടെത്തിയാൽ ബാങ്കുകൾ ആ നോട്ട് കണ്ടുകെട്ടുകയും കൗണ്ടർഫീറ്റ് എന്ന് സീലടിക്കുകയും ചെയ്യും. വലിയ തോതിൽ കള്ളനോട്ടുകൾ പിടിക്കപ്പെട്ടാൽ അത് പോലീസിനും NIA പോലുള്ള കേന്ദ്ര ഏജൻസികൾക്കും കൈമാറുന്നു. പണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അവർക്കും വലിയ അധികാരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓരോ നോട്ട് നിർമ്മിക്കാനും ആ നോട്ടിലെ തുകയേക്കാൾ വളരെ കുറഞ്ഞ പണം മാത്രമേ ചിലവാകുന്നുള്ളൂ. ഇന്ത്യയിൽ ഒരു 500 രൂപ നോട്ട് പ്രിന്റ് ചെയ്യാൻ ഏകദേശം 2 രൂപ 90 പൈസയോടടുത്താണ് ചിലവ് വരുന്നത്. 100 രൂപയ്ക്ക് ഏകദേശം 1.70 പൈസയുമേ വരുന്നുള്ളൂ. ഓരോ വർഷത്തെയും കണക്കുകൾ അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. ഏതായാലും ഇതുപോലെ കോയിൻ എങ്ങനെയാണ് അച്ചടിച്ചെടുക്കുന്നത് എന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വോൾഫ് ആപ്പിൻ്റെ കാര്യം ആരും മറക്കണ്ട. ഇതിനകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉള്ള ഈ ആപ്പ് വഴി ഒരുപാട് ആളുകൾ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്.
അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.